ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കണ്ണൂരിൻ്റെ സ്പെഷ്യലായ കൽത്തപ്പവും ചിക്കൻ കറിയാണ്. ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. നമ്മൾ കൽത്തപ്പം എന്നാണ് പറയാം. ഇതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് വെള്ളമൊഴിച്ച് 2 മണിക്കൂർ കുതിരാൻ വെക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ കുതിർത്തി വെച്ച പച്ചരി ചേർക്കുക. പിന്നെ 2 കപ്പ് പച്ചരിക്ക് ഞാൻ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ചോറ് ചേർക്കുക. പിന്നെ 2 കപ്പ് തേങ്ങയും ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത് അധികം ലൂസാവരുത്, അധികം കട്ടിയും ആവരുത്. ഇനി ഒരു പാൻ, അലൂമിനിയത്തിൻ്റെ ഒരു പാൻ എടുത്ത് ഞാൻ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതൊരു സ്റ്റീമറിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ബാറ്ററിയില്ലേ, ആ മാവ് 4 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതെല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്യുക. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റായി, ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും 1 ടീസ്പൂൺ ഗീ ചേർക്കുക. ഇനി അതിൻ്റെ മേലെ 4 സ്പൂൺ മാവ് ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ മാവ് തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിന് വൈറ്റ് കളർ പച്ചരി ഇല്ലേ, കുറച്ച് ക്വാളിറ്റി കൂടിയ പച്ചരി എടുക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം ഒന്നിച്ച് ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഇത് അരച്ചെടുക്കേണ്ടതാണ്. നല്ല ചൂടുണ്ട്. ഞാനിത് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നേരത്തെ കഴുകി വെച്ച ചിക്കനും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കുക. ഇതൊരു 2 വിസിൽ വന്നാൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. അങ്ങനെ നമ്മുടെ കൽത്തപ്പവും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്.